DM's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് ലാസ്റ്റ് വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയായിരിക്കും, ഇന്നലെ നൈറ്റ് നമ്മൾ വർക്കല എത്തി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എലിക്സർ ക്ലിഫ് റിസോർട്ടിലാണ്. അപ്പോൾ നമ്മുടെ റൂമും റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം, വായോ. ഇപ്പോ നമ്മള് മൂന്നാർ ആയിക്കോട്ടെ, വാഗമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റേ ചെയ്ത നമ്മളെ കോത്തഗിരി റിസോർട്ടില്ലേ, അങ്ങനെ ഒരുപാട് റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വിശാലമായിട്ടുള്ള റൂമിൽ ഫസ്റ്റ് ടൈമാണ് സ്റ്റേ ചെയ്യുന്നത്. വായോ കാണാം. കണ്ടോ അതിന്റെ എൻഡ്? നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല, ഞാൻ നടന്നു പോകുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ കയറി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരിങ്ങനെ ലെങ്ത് ആയിട്ടുള്ള ഒരു ഇങ്ങനെ ടേബിളും, ഇവിടെ ഒരു കുട്ടി ഫ്രിഡ്ജും, ഒരു ചെയറും, പിന്നെ ഇവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഒരു ചെറിയൊരു സ്പേസും, അതേപോലെ തന്നെ അധികം വലുതല്ലാത്ത ഒരു സിംഗിൾ വുഡന്റെ ഒരു അലമാര, ഇവിടെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോവാം. ഇങ്ങനെ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം ഒന്നും അത്ര വലിയ സ്പേഷ്യസ് ഒന്നും അല്ല, പക്ഷെ ഇത് റൂം ഉണ്ടല്ലോ ഭയങ്കര ലെങ്താ. ഇത് നോർമൽ. കണ്ടോ, ഭയങ്കര വിശാലായ ഒരു ഹോള് പോലെയുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ടി വി, പിന്നെ നമ്മൾ എവിടെ പോയാലും ടി വി ഓൺ ചെയ്യാറേ ഇല്ല. ഇവിടെ ഒരു ചെറിയൊരു ടി വി യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഈ എൻ്റെ അങ്ങോട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് 2 ഓപ്പണിംഗ് ബാൽക്കണിയിലേക്കും വരുന്നുണ്ട്. ബാൽക്കണി ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇതാ ഇവിടെയാണ് നമ്മുടെ ബെഡ് വരുന്നത്. ആ ബെഡ് കൂടാതെ 2 സോഫ കൂടി ഉണ്ട്. ഈ നമ്മുടെ ബെഡ് 2 സൈഡിലും ഓരോ ഹെഡർ ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ പകല് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അത്ര ഒരു ബ്യൂട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫുള്ള് ലൈറ്റാണ്. അപ്പം രാത്രി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വന്ന് ഭയങ്കര ടയേർഡായി അത് രാത്രി ഷൂട്ട് ചെയ്യാതിരുന്നത്. ഇതേപോലെ ഇത് 2 സ്ഥലത്ത് 2 സോഫ സെറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ടീപ്പോയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോയാലോ. വാ. അതെ, ആ സൈഡിലും ഉണ്ട് കേട്ടോ ബാൽക്കണിയിലേക്ക് ഓപ്പണി. അതും അതൊരു വലിയൊരു ബാൽക്കണിയാ. കണ്ട വിശാലായൊരു ബാൽക്കണി. അങ്ങോട്ട് വേണം. ഇനി ഇതിന്റെ വ്യൂ അതും ഭയങ്കര ഒരു സ്പെഷ്യൽ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മുടെ വർക്കല സൈഡൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു 99% എനിക്ക് തോന്നുന്നു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്ത് എന്തായാലും സീ വ്യൂ ഉണ്ടാവും. തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് കേൾക്കാത്തത്. ഭയങ്കര സുനാമി വരുന്ന പോലത്തെ സൗണ്ടാണ്. പിന്നെ നല്ലൊരു പൂൾ വ്യൂ ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് താലോട്ട് കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പൂള്. പക്ഷെ ഇന്നലെ രാത്രിയെല്ലാം ഭയങ്കര കാറ്റും മഴയും, അതുകൊണ്ട് ഇങ്ങനെ ഇലകൾ വീണതാ കേട്ടോ. രാവിലെ അവർ ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതാ നേരെ നോക്കിയാൽ നമ്മളെ കടല്. സൺറൈസ് ഒക്കെ രാവിലെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് 5:30 എണീറ്റൊക്കെ റെഡി ആയിട്ടിരുന്നു. പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്കതൊന്നും കാണാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഒരു തിട്ട പോലെയാ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാം. സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. അങ്കിളാ ആന്റി, ഇതേ റൂം തന്നെയാണ് അങ്കിൾ ആന്റിയായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അതിലൊരു കോമൺ കണക്ടിങ് ഡോർ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ. പക്ഷെ അത് അവർ ലോക്ക് ചെയ്തിട്ടല്ല, നമ്മൾ ഓപ്പൺ ചെയ്തില്ല.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂമിലെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഇനി കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ജസ്റ്റ് രാവിലെ എണീറ്റൊന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. ಅಯ್ಯೋ ഇവിടെ ഉണ്ടാ ರೂಮ್ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಆಮೇಲೆ ಎದುರುಗಡೆನೆ ಸಮುದ್ರ ಚೆನ್ನಾಗಿದೆ. ಆಮೇಲೆ ನಿದ್ದೆ ಚೆನ್ನಾಗಿ ಬಂತು. ಈಗ ಟಿಫನ್ಗೆ ಹೋಗಬೇಕು. ಟಿಫನ್ ಹೇಗಿದೆ ಅಂತ ಅಲ್ಲಿ ಹೇಳ್ತೀನಿ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. ഇവിടെ അല്ല, കുറച്ചെന്തോ ദൂരം പോണം എന്തോ അവര് പറഞ്ഞു, അറിയില്ല എവിടെയാണ് ദൂരം പോണെന്നാ. അത് അങ്കിള് ഹൈറ്റ് പിടിക്കണല്ലേ. കണ്ടോ, ഇതിന്റെ പുറത്തേക്ക് പോയിട്ട് കുറച്ച് നടക്കാനുണ്ട്. എന്തോ രണ്ടാമത്തെ ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറോ അങ്ങനെ എന്തോ പറഞ്ഞു. അത് മാത്രമേ എനിക്കൊരു ചെറുത് ഇതായിട്ട് തോന്നി കേട്ടോ. ഇവിടെ തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല. പേജ് ആയവരൊക്കെ പുറത്തേക്ക് പോയി ഇങ്ങനെ നടന്നു പോകണ്ടേ. എത്തിട്ടോ. ഇത്ര ദൂരം നടക്കാണ്ട് എനിക്ക് തോന്നുന്നത് 100-150 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഉണ്ടല്ലോ ഇത്. ഞാൻ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നോക്കി ഫുള്ള് മീൻ. ഇത് ബിൽഡിംഗ് വേണ്ട ചുറ്റും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വെള്ളം കാണുമ്പോൾ ഒരു ഇത് തോന്നില്ല അല്ലേ, ക്ലീൻ ഇല്ലാത്ത പോലെ. മണ്ണല്ലേ, പക്ഷെ മീൻ നോക്കിയാണ് നല്ല കളർ. ബൊഫേ സ്റ്റാർട്ട്. അത് പിന്നെ ഏത് റിസോർട്ട് പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും. കണ്ടോ, നമുക്കിവിടെ സീ വ്യൂ എല്ലാം കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. അതേപോലെ കണ്ടോ, ഉള്ളിലും സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളിലായിരുന്നു, കാരണം ഇവിടെ ഫാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഇവിടെ നിന്ന് നേരെ നമുക്ക് കടലിൻ്റെ അവിടെ ഇരിക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു ഗ്രൗണ്ട് ഏരിയ. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലൂടെ പോയാൽ നമുക്ക് സീയിലേക്ക് എത്താൻ പറ്റും. വാ. ഒരു അഡ്വഞ്ചർ പോലെ ഒരു ഹൊറർ ഒക്കെ ഒരു ഫീൽ ആവുന്നുണ്ട്. ഓ കണ്ടോ, നമ്മള് ഇത്രയും ഹൈറ്റിലല്ല നിങ്ങൾ താലേക്ക് കണ്ടോ. അപ്പൊ എന്നെ കുറെ ഇറങ്ങി പോവാനുണ്ടെന്ന് തോന്നുന്നു. അയ്യോ പോവാണല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോഴേ ആകൂന്ന. ഓ അപ്പൊ നമ്മൾ നിൽക്കുന്ന റിസോർട്ട് അത്ര ഹൈറ്റിലാട്ടോ. പക്ഷെ നമ്മളിപ്പോ നിന്ന് ഞാനിപ്പോ വ്യൂ കാണിച്ചിട്ട് നോക്കുമ്പോ നമുക്ക് ഇത്ര ഹൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. അങ്കിള് കാക്കോ ആ ഒരു ഫീൽ ഉണ്ടല്ലേ.
ഇതിന് കേട്ടോ. നോക്കണേ, ഇറങ്ങാൻ പ്രശ്നമില്ല, ഇറക്കായതുകൊണ്ട് തിരിച്ച് കയറാനാണ് പ്രശ്നം. ചളി ചളി. അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കട്ടാകുന്നതായിരിക്കും കാരണം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ. അങ്ങോട്ട് നോക്ക്, സൂപ്പർ അല്ലേ, കുറെ പേരുണ്ട്. ഇവിടുന്നാണ് കേട്ടോ നമ്മളിപ്പോ ഇറങ്ങി വന്നത്. നമ്മൾ ഇത്രയും സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ നിന്നത് ഇതാ ഈ ജസ്റ്റ് ഇതുകൊണ്ട് ഒരു പാളിയിലൊരു സപ്പോർട്ടിലാ നിന്ന്. നോക്ക്, മനസ്സിലാവുന്നുണ്ടോ? വെയിലില് അവിടെയാണ്. എത്ര പേര് അവിടെ നിന്നേന്നറിയോ? ജസ്റ്റ് ഒരു സപ്പോർട്ടേ ഉള്ളൂ. ആ മണ്ണാമറ്റ് ഇടിഞ്ഞു പോയാൽ തീർന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറാട്ടോ. അയ്യോ, ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു ട്രിപ്പ് എന്ന രീതിയിലല്ല, ഒരു ഒഫീഷ്യൽ കാര്യം കൂടി ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അതിന് പോവാണ്. അങ്കിളിന്റെ ബിസിനസ് പരമായിട്ട് ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ താഴെ ആള് വന്നിട്ടുണ്ട് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്കിളിന്റെ ബിസിനസ്സിനെ പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ പാഡ് ഉണ്ടല്ലോ, സാനിറ്ററി നാപ്കിൻസ്, അതിന്റെ വെൻഡിങ് മെഷീനും അതുപോലെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന ഇൻസിനറേറ്ററും, ഇതിന്റെ രണ്ടിന്റെയും മാനുഫാക്ചറിങ്ങും സെയിൽസും ആണ് കേട്ടോ. നമ്മുടെ ഓഫീസും ഫാക്ടറിയും ഒക്കെ വരുന്നത് ചെന്നൈയിലാണ്. നമ്മുടെ കമ്പനിയുടെ പേര് സിക്സ്ത് സെൻസ് ഇന്നോവേഷൻസ് ആണ് കേട്ടോ. ഈ മുന്നിൽ പോകുന്ന താറാട്ടോ നമ്മൾ കൂട്ടാൻ വേണ്ടി വന്ന വണ്ടി. ഇപ്പോൾ എവിടെ പോകാമെന്ന് വെച്ചാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബെഡ് റിഡൻ ആയിട്ടുള്ളവരെ അഡൽട്ട് ഡയപ്പേഴ്സ് ഇല്ലേ, അതുപോലെ തന്നെ നോർമൽ ബേബി ഡയപ്പറും പാഡ്സും ഒക്കെ ബേൺ ചെയ്യുന്ന വലിയൊരു പ്ലാന്റ് ഇവിടെ കൺസ്ട്രക്ഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് വിസിറ്റ് ചെയ്യാനും അതിൻ്റെ കുറച്ച് ഡിസ്കഷനും വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല. അത് പിന്നീട് ഞാൻ നിങ്ങളൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ ആര്യാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നിർത്തിയിട്ടോ. टोमेटो उत्तपम, पेपर डोसा, पनीर मशरूम स्पेशल, घी रोस्ट मसाला डोसा नहीं सर, घी रोस्ट है. ಅದು ಊಟ ಇದೆ, ಊಟ ಮಾಡ್ತೀನಿ. केरला सांबर आप बोल दो। नहीं केरला सांबर नहीं वो बैंगन डालते हैं क्या? बैंगन डाल नको नको. ये रहा। मूल पे दाल भी अच्छा है। दाल कहाँ पे? लाल मिर्च फर्स्ट दाल टेस्ट करना। ये बैंगन नहीं खाते इसलिए. उनका भी बाद में डाल दो, वो भी डाल दो। नहीं नहीं वो मोर भी उधर ही डालना. एक्स्ट्राऑर्डिनरी पर्सन. सांबर? नहीं नहीं आपको आप बात करो। ಈ ಥರ ನಾವು ತಿಂತೀವಿ ಅನ್ಕೊಂಡ್ಬಿಟ್ಟು. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഫുഡ് ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിൽ തിരിച്ചെത്തി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് യൂട്യൂബിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്കിളും എൻ്റെ റൂമിൽ പോയി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കൊന്ന് വെയിലും കുറയുമല്ലോ, ഒന്ന് പൂളിൽ പോകണം എന്ന് പറയുന്നുണ്ട് ഇതിനുമായിട്ട്. അപ്പോൾ അത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൂളിലൊക്കെ പോയിട്ട് വരാം.